നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ സത്യ സ്കൂളിൽ വിട്ടിട്ടല്ലേ വന്നേ? ആ, സ്കൂളിൽ വിട്ടു. അവര് പറയുന്നത് സത്യ സ്കൂളിൽ എത്തിയിട്ടില്ലെന്നാ. അതെങ്ങനെ? ഞാൻ സത്യ സ്കൂളിൽ വിട്ടിട്ട് അമ്പലത്തിലും കേറിട്ടാ വരുന്നത്. സ്കൂളുകാരെന്താ ഈ പറയുന്നേ? എന്താ ഭാമയത്? ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. പിള്ളേരായിട്ട് തന്നെ നിന്നാ മതി. ഒരുപാട് കൊഞ്ചിക്കയും ലാളിക്കൊക്കെ ചെയ്യുമ്പോ ഇവള് വിചാരിക്കും സ്വയം അവളെന്തോ വലിയ സംഭവമാണെന്ന്. അപ്പൊ തോന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും നിന്നാ പോരല്ലോ, കുറെ കൂടെ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേന്ന്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ടും പട്ടാള ക്യാമ്പിലേക്കും ഒക്കെ ട്രിപ്പ് പോകാൻ തോന്നും. മോൾക്കൊരു അബദ്ധം പറ്റി, ഇനി അവളത് ആവർത്തിക്കത്തുമില്ല. പക്ഷെ നീ ഇങ്ങനെ ഒരേ പല്ലവി തന്നെ 100 തവണ ആവർത്തിച്ചോണ്ടിരുന്നിട്ടേ ആർക്കെന്ത് പ്രയോജനമാ? രാഘവേട്ട 100 അല്ല, ഇനിയൊരു 101 തവണ കൂടി ഞാൻ ഇത് തന്നെ ആവർത്തിച്ചോണ്ടിരിക്കും. അത്രയ്ക്ക് ചങ്കിക്കൊണ്ടു എനിക്കിന്നലെ ഇവള് കാണിച്ച തോന്നിയാസം. പറയുന്നില്ലെന്ന് വെച്ചാലും നീ എന്നെ കൊണ്ട് പറയിക്കും അല്ലേ? നീ ഇങ്ങനെ വാളെടുത്ത് വെളിച്ചപ്പാട് തുള്ളാൻ വേണ്ടി മാത്രം ഈ കുഞ്ഞെന്താ ചെയ്തത്? രാഘവേട്ടൻ എന്താ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ വർത്താനം പറയുന്നത്? പപ്പി പോലീസ് സ്റ്റേഷനിൽ പോയതൊക്കെ മറന്നോ? മറന്നത് നീയാ. ഇവള് പോയതേ ഒരു പോലീസ് സ്റ്റേഷനിലേക്കാ ഭാമേ. മനസ്സിലായില്ല? നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യർക്ക് അഭയവും ആശ്രയവുമായി പ്രവർത്തിക്കുന്ന സങ്കേതമാ ഓരോ പോലീസ് സ്റ്റേഷനും. പപ്പിമോൾക്ക് അവളുടെ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കണം തോന്നിയപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് അഭയം ചോദിച്ചു എന്നറിയുമ്പോ സത്യത്തിൽ അഭിമാനിക്കല്ലേ വേണ്ടത്? ലക്ഷ്യം നേടാനേ വളഞ്ഞ വഴികളും ചതുരോപായങ്ങളും ഒരുപോലെ പയറ്റുന്നവരുടെ ലോകത്ത് നേരായ വഴിക്ക്, നിയമത്തിന്റെ വഴിക്ക് കുഞ്ഞു പോയെന്ന് കാണുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്? അതിനു പകരം ശകാരങ്ങളും കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും എന്തുവാ ഇത്? മനസ്സിലായി. ഇവളെ അന്വേഷിച്ചു പോയത് അവളുടെ ചേച്ചിയമ്മയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും രാഘവേട്ടൻ ഇവളോട് ചായ്വ് തോന്നും. അഭിനന്ദിക്കണമെന്നും പുഷ്പഹാരം വാങ്ങി കഴുത്തിലിട്ട് കൊടുക്കണമെന്നും ഒക്കെ തോന്നും. തോന്നിയാലും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല ഭാമേ. പപ്പിയുടെ ചേച്ചിയമ്മയെ അന്വേഷിക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടതേ ഈ കുടുംബത്തിലെ എല്ലാവരുടെയും കടമയാ. എനിക്കോ നിനക്കോ ഇവിടെ ആർക്കുമോ അതിൽ ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. രാഘവേട്ട, മനസ്സുകൊണ്ട് ഞാൻ അവളെ പടിയടിച്ച് പിണ്ടം വെച്ചതാ. ഇനി ആരൊക്കെ അതിന്റെ പിന്നാലെ പോയാലും എനിക്ക് ശത്രു മാത്ര. ഭാമേ, നീ സമാധാനമായിട്ട് പോലൊന്ന് ആലോചിച്ച് നോക്ക്. മതി. ഇനി ഇക്കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളൊക്കെ തന്നെ അങ്ങ് തീരുമാനിക്കേ. ഇക്കാര്യത്തിൽ ഞാനുമായിട്ട് ശത്രുത നിങ്ങൾക്ക് വേണോ വേണ്ടായോന്ന്. എന്തിനാച്ചാ വെറുതെ സത്യമായിട്ട് സംസാരിച്ച് മുഷിയുന്നത്? പിന്നെ പറയണ്ടടാ വല്ലപ്പോഴെങ്കിലും. അതുകൊണ്ട് എന്താ പ്രയോജനം? വെറുതെ മുഷിയാന്നല്ലേ ഉള്ളൂ. അച്ഛാ, എന്താ മോളെ? അച്ഛമ്മയ്ക്ക് ഇനി എന്നോട് എന്നും ദേഷ്യായിരിക്കോ ചേച്ചിയമ്മയോടുള്ളത് പോലെ? അയ്യോ, അങ്ങനൊന്നും ഇല്ല മോളെ, ഒരിക്കലും ഇല്ല. ഇതൊക്കെ പെട്ടെന്ന് മാറത്തില്ലേ? മക്കളുടെ ദേഷ്യമൊന്നുമില്ല. കേട്ടാ, വിഷമിക്കണ്ടേ. ഡാ മോനെ, ദാ മോളെ സ്കൂളിൽ കൊണ്ടാക്ക്. വാ മോളെ, ചെല്. ഇതാ വാ അച്ഛാ, പോയിട്ട് വരാം. പോ. എന്നാലും എനിക്കറിയാം ശാലിനി, നിനക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്ന്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയ ഒരു ബോണ്ടിങ് ആയിരുന്നല്ലോ നിങ്ങൾ തമ്മിൽ. ആ കേട്ടോ ശാരദാമേ, ഖാൻ മാർക്കറ്റിലും തിലക നഗറിലും ഒക്കെ രണ്ടാളും കൂടി ഊരു തണ്ടി നടക്കുമ്പോ പലരും സംശയിച്ചിട്ടുണ്ട് ഇത് ഒറിജിനൽ അച്ഛനും മോളും തന്നെയാണോ എന്ന്. ഒരച്ഛനിൽ നിന്ന് കിട്ടാതെ പോയ സ്നേഹം ശാലിനി ഒരുപക്ഷെ തേടിത്തിരഞ്ഞ് കണ്ടെത്തിയതായിരിക്കും. തിരിച്ചു അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ആ ഒരു തമാശ കേൾക്കണോ?
ശാലിനിയെ പോലെ ഒരു പെൺകുട്ടിയെയാ ഞാൻ വിവാഹം കഴിക്കേണ്ടതെന്ന് വരെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും, വിഷ്ണു ഇടയ്ക്കൊന്ന് കയറിയില്ലായിരുന്നെങ്കിൽ ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു എന്ന്. അതെ, പോടാ ചേട്ടാ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ. അമ്മയ്ക്ക് കേക്കണം, പെണ്ണുങ്ങളെ വീഴ്ത്താൻ ഇവനേക്കാൾ വലിയ വേന്ദ്രനില്ല. അതിനുവേണ്ടി എന്ത് നമ്പരും ഇറക്കും. ദേവേട്ടന് സേഫ് ഡൽഹിയും പഞ്ചാബും ഒക്കെയാന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം ഈ നമ്പരൊന്നും മലയാളി പെൺകുട്ടികളുടെ ചെലവാവില്ലല്ലോ. മോന്റെ കുടുംബമൊക്കെ? അച്ഛന്റെ മരണത്തോടെ കുടുംബം മൊത്തം താറുമാറായി എന്ന് പറയാൻ ശാരദാമ്മേ. പണമുണ്ട്, പണമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. സാക്ഷാൽ കുബേരന് വേണമെങ്കിലും കടം കൊടുക്കാനുള്ള അത്രയും പണം. പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാവരും ആൺമക്കളാ. അച്ഛന്റെ മരണശേഷം 4 ആളും 4 വഴിക്ക് തിരിഞ്ഞു. ഓരോരുത്തർക്കും ഓരോ ബിസിനസ്സാ. വസന്തകുഞ്ചിലെ വീട്ടിൽ കൂട്ടുകൂടാൻ അച്ഛന്റെ ഓർമ്മകൾ മാത്രമായപ്പോ ഞാൻ അമ്മയെ ദുബായിലേക്ക് കൊണ്ടുപോയി. അവിടെ ആരാ? അവിടെയും ഹൗസ് മെയ്ഡും ഗേറ്റ് കീപ്പറും ഒക്കെ അല്ലാതെ വേറെ ആരുമില്ല. അച്ഛന്റെ ഓർമ്മകളില്ലെന്നൊരു ഗുണം മാത്രമേ ഉള്ളൂ. ബിസിനസ് തിരക്കിനിടെ ഞാൻ പോലും വല്ലപ്പോഴും അച്ഛന്ന് കേറുന്നേ. ഈ ചേട്ടനോട് ഞാൻ എത്ര തവണ പറഞ്ഞെന്നോ, മര്യാദയ്ക്ക് ഒരു പെണ്ണ് കെട്ടി അമ്മയ്ക്കൊരു കൂട്ടു കൊടുക്കാൻ. അതിന് പറ്റിയ ഒരാളെ കിട്ടണ്ടേ ശാലിനി? ആ, നിന്റെ തെമ്മാടിത്തരത്തിനെ. ഒരു സെക്കൻഡ്. ഹലോ. ഹലോ മാഡം, ഞാൻ സ്കൂളിൽ നിന്നാ. ആ, പറഞ്ഞോളൂ. സത്യക്ക് സുഖമില്ലേ മാഡം? സ്കൂളിൽ കണ്ടില്ല. സ്കൂളിൽ കണ്ടില്ലെന്നോ? അവളെ രാവിലെ സ്കൂളിലേക്ക് അയച്ചതാണല്ലോ. സ്കൂളിൽ എത്തിയിട്ടില്ല മാഡം. ആ കാര്യം ഇൻഫോം ചെയ്യാനാ വിളിച്ചത്. മാഡം എന്തായി പറയുന്നത്? എത്തിയിട്ടില്ലെന്നോ? മാഡം, ഇവിടെ ചില കൺഫ്യൂഷൻസ് ഉണ്ട്. ഐ മീൻ, വേറൊരു കുട്ടി കൂടി മിസ്സിംഗ് ആണോന്നൊരു സംശയമുണ്ട്. ഞാനെല്ലാം ഒന്ന് റീചെക്ക് ചെയ്തോണ്ടിരിക്കുക. ആദ്യം തന്നെ മാഡത്തെ ഒന്ന് ഇൻഫോം ചെയ്തു എന്ന് മാത്രം. മാഡം, അത്... ഹലോ ഹലോ. മിസ്, വേറെ ഏതൊക്കെ കുട്ടികൾ ആബ്സെന്റ് ആണെന്നൊന്ന് ചെക്ക് ചെയ്യുക. അവരൊക്കെ സ്കൂളിൽ എത്തിയിട്ടുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യണം. ശരി മാഡം. എന്താ? അമ്മ സത്യ സ്കൂളിൽ വിട്ടിട്ടല്ലേ വന്നേ? ആ, സ്കൂളിൽ വിട്ടു. അവര് പറയുന്നത് സത്യ സ്കൂളിൽ എത്തിയിട്ടില്ലെന്നാ. അതെങ്ങനെ? ഞാൻ സത്യ സ്കൂളിൽ വിട്ടിട്ട് അമ്പലത്തിലും കയറിയിട്ടാ വരുന്നത്. സ്കൂളുകാരെന്താ ഈ പറയുന്നേ? മോളെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അവരൊന്നിനും ഒരു ഉറപ്പില്ലാത്ത പോലെയാ സംസാരിക്കുന്നത്. ഞാൻ എന്തായാലും അവിടം വരെ പോയിന്ന് വിവരം തിരക്കിയിട്ട് വരാം. നീ നിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.